വാട്ട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ടു കമ്പ്യൂട്ടർ. സോ നിങ്ങൾ കുറേ പേര് ലാപ്ടോപ്സ് എടുക്കാൻ വേണ്ടി ക്യാഷ് സേവ് ചെയ്യുന്ന കാര്യമൊക്കെ എനിക്കറിയാം. കാരണം നിങ്ങൾ കുറേ പേര് എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് ഏത് ലാപ്ടോപ്പ് ആയിരിക്കും നല്ലതെന്നുള്ളത്. സോ ഇങ്ങനെ ഈ വരുന്ന ആഴ്ചകളിലും മാസങ്ങളിലും ആയിട്ട് ലാപ്ടോപ്പ് വാങ്ങാൻ പ്ലാൻ ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് വെയിറ്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ AMDയുടെ 6000 സീരീസ് പവേർഡ് ലാപ്ടോപ്പ് ഈ ഫെബ്രുവരി, അതായത് 2022 ഫെബ്രുവരി റിലീസാകാൻ പോവാണ്. സോ ഈ ലാപ്ടോപ്പ് നമ്മുടെ ഇപ്പോൾ മാർക്കറ്റിലുള്ള AMD ലാപ്ടോപ്സുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഗെയിമിംഗ് പെർഫോമൻസ് വൈസ് ഡബിൾ പെർഫോമൻസ് ആയിരിക്കും തരുന്നത്. അതിന് പുറമെ പ്രൊഡക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ള ലാപ്ടോപ്സുമായി കമ്പയർ ചെയ്യുമ്പോൾ വേ ബെറ്ററും ആയിരിക്കും. ഇതിന് പുറമെ 6000 സീരീസ് ലാപ്ടോപ്പ് പവർ എഫിഷ്യൻറ്റ് കൂടി ആയിരിക്കും, അതായത് കുറഞ്ഞ കറണ്ട് ഉപയോഗിച്ച് കൂടുതൽ പെർഫോമൻസ് തരികയും അതിന് പുറമെ നമ്മുടെ ലാപ്ടോപ്പ് ടെമ്പറേച്ചർ ഇഷ്യൂ ഇല്ലാതെ കൂളായി റൺ ചെയ്യും. അതിന് പുറമെ നിങ്ങളെ ബാറ്ററി ലൈഫ് കൂടുതൽ കിട്ടുകയും ചെയ്യുന്നതായിരിക്കും. സോ ഇപ്പോൾ നിങ്ങൾ സേവ് ചെയ്ത് വെച്ച ക്യാഷ് സ്പെൻഡ് ചെയ്ത് വേസ്റ്റ് ചെയ്യണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. എന്തായാലും വിത്തൗട്ട് വേസ്റ്റിംഗ് എനി ടൈം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇനി എന്താണ് ഈ 6000 സീരീസ് എന്നറിയാത്തവരുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഉള്ള AMD പവേർഡ് ലാപ്ടോപ്സ് നോക്കുകയാണെങ്കിൽ ഇതിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് 5000 സീരീസ് പ്രോസസ്സേഴ്സ് ആണ്. ഇനി വരാൻ പോകുന്ന 6000 സീരീസ് ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാൽ അതിൽ യൂസ് ചെയ്യാൻ പോകുന്നത് 6000 സീരീസിൽപ്പെട്ട പ്രോസസ്സേഴ്സ് ആണ്, അതായത് പുതിയ ടെക്നോളജി. ഇനി എന്താണ് ഈ 5000 സീരീസും 6000 സീരീസും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്? ഇതിൽ ഒരു മെയിൻ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ 6000 സീരീസ് പ്രോസസ്സേഴ്സ് യൂസ് ചെയ്യുന്നത് 6 നാനോമീറ്റർ ടെക്നോളജിയാണ്. സോ ഈ ഒരു ടെക്നോളജീൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് പവർ എഫിഷ്യൻ്റ് ആണ്. അതായത് ഇപ്പോൾ ഉള്ള പ്രോസസ്സേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറഞ്ഞ കറണ്ട് ഉപയോഗിച്ച് കൂടുതൽ പെർഫോമൻസ് തരും. അതിന് പുറമെ 5000 സീരീസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പെർഫോമൻസ് വൈസ് വേ ബെറ്റർ ആണ്. സോ കുറഞ്ഞ പവറാണ് യൂസ് ചെയ്യുന്നത്, പക്ഷേ നമുക്ക് കൂടുതൽ പെർഫോമൻസ് ഈ 6000 സീരീസിൽ കിട്ടും. നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മുടെ ലാപ്ടോപ്പ് യൂസേഴ്സ് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ CPU ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഓവറോൾ ടെമ്പറേച്ചർ ഇഷ്യൂ ആണ്. നമ്മൾ ഗെയിംസ് കളിക്കുമ്പോഴോ അല്ലെങ്കിൽ വീഡിയോസോ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ ലാപ്ടോപ്പ് ചൂടാവും. അതിനനുസരിച്ച് ലാപ്ടോപ്പിൻ്റെ അകത്തുള്ള ഫാൻ സ്പീഡ് കറങ്ങാൻ തുടങ്ങും. സോ നോയിസ് ഇഷ്യൂ ഉണ്ടാവും, അതുപോലെ ടെമ്പറേച്ചർ ഇഷ്യൂ ഉണ്ടാവും. ഈ ഒരു ഇഷ്യൂ ഒക്കെ ഒരു പരിധി വരെ സോൾവ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ടെക്നോളജിയാണ് ഈ 6 നാനോമീറ്റർ. കാരണം ഞാൻ പറഞ്ഞതുപോലെ കുറഞ്ഞ പവറാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചറും ഒരു പരിധി വരെ കുറവായിരിക്കും, എസ്പെഷ്യലി നമ്മൾ ഇപ്പോൾ ഉള്ള ലാപ്ടോപ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതിന് പുറമെ ഇത് എഫിഷ്യൻറ്റും കൂടിയാണ്. സോ നിങ്ങൾക്ക് ബാറ്ററി ലൈഫിൻ്റെ കാര്യത്തിലും ഡെഫിനറ്റ്ലി ഇമ്പ്രൂവ്മെൻറ്റ്സ് കാണാൻ പറ്റും. ഇതിന് പുറമെ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ലാപ്ടോപ്സുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ 6000 സീരീസ് പവർഡ് ലാപ്ടോപ്പിലായിരിക്കും ഫാസ്റ്റസ്റ്റ് പ്രോസസ്സേഴ്സ് വരുന്നത്. കാരണം 6000 സീരീസിലെ പല പ്രോസസ്സേഴ്സിനും 5 GHz ആണ് ബൂസ്റ്റ് ക്ലോക്ക് സ്പീഡ്. പല നമ്മുടെ ഡെസ്ക്ടോപ്പ് PC പോലും ആ ഒരു ബൂസ്റ്റ് ക്ലോക്ക് സ്പീഡ് പല പ്രോസസ്സറിനും ഇല്ല. സോ അങ്ങനെ നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി ലാപ്ടോപ്പിൽ ഇത്രയും സ്പീഡ് കിട്ടണമെങ്കിൽ അത്രയും നല്ല കൂളിംഗ് ടെക്നോളജി അതിൽ യൂസ് ചെയ്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ പ്രോസസ്സേഴ്സ് അത്ര എഫിഷ്യൻ്റ് ആവണം. സോ 5 GHz ബൂസ്റ്റ് ക്ലോക്ക് സ്പീഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചോദിച്ചാൽ അറിയാം, ഇതിൽ ടെമ്പറേച്ചർ ഇഷ്യൂ ഒരു പരിധി വരെ കുറഞ്ഞിട്ടുണ്ടാവണം. അല്ലാതെ 5 GHz റീച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇമ്പോസിബിൾ. ഇത്രയും കേട്ടാലും ചിലപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് വർത്ത് ഇറ്റ് ആണോ, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള നമ്മുടെ 5000 സീരീസ് ലാപ്ടോപ്പ് വാങ്ങണോ എന്നുള്ളത്. ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള കുറച്ച് കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒരു ഉദാഹരണം പറയാം, നിങ്ങളൊരു വീഡിയോ എഡിറ്ററാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ യൂട്യൂബർ. സോ നിങ്ങൾ വീഡിയോ നമ്മുടെ അഡോബ് പ്രീമിയർ യൂസ് ചെയ്തിട്ടോ സോണി വെക്കാസ് യൂസ് ചെയ്തിട്ടൊക്കെ എഡിറ്റ് ചെയ്യുന്നുണ്ടാവും. സോ നിങ്ങൾ ഈ ഒരു 6000 സീരീസിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ആ ഒരു ലാപ്ടോപ്പ് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് 69% പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ് കിട്ടുന്നത്. അല്ലെങ്കിൽ 5000 സീരീസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ 6000 സീരീസ് വീഡിയോ എഡിറ്റിങ്ങിൻ്റെ കാര്യത്തിൽ 69% ഫാസ്റ്റാണ്. 69%. ഇനി നിങ്ങൾ 3D ഡിസൈനർ ആണെന്ന് വിചാരിക്കുക, കാരണം നിങ്ങൾ കുറേ പേര് 3D ഡിസൈനിങ്ങിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണ്. സോ അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ 6000 സീരീസ് എടുക്കുകയാണെങ്കിൽ 5000 സീരീസിനേക്കാൾ 125% ആണ് ഈ ഒരു 6000 സീരീസ് ഫാസ്റ്റർ. 125%. ഇനി നമ്മുടെ ഏരിയ ആണ് ഗെയിമിംഗ് നോക്കുകയാണെങ്കിൽ 5000 സീരീസ് ലാപ്ടോപ്പിനേക്കാൾ 100% ഫാസ്റ്റാണ്. സോ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് വർത്ത് ഇറ്റ് ആണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ്സ് കണ്ടാൽ തന്നെ അറിയണ്ടാവും. ഡെഫിനറ്റ്ലി വർത്ത് ഇറ്റ് ആണ്. ഇത്രയും കേട്ടിട്ട് നിങ്ങൾ ഇമ്പ്രസ്ഡ് ആയിട്ടില്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യം പറയാം. നമ്മുടെ 6000 സീരീസ് പ്രോസസ്സേഴ്സിൻ്റെ സിംഗിൾ കോർ പെർഫോമൻസ് കഴിഞ്ഞ ജനറേഷനായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 28% ഫാസ്റ്ററാണ്. സോ നിങ്ങൾക്ക് അറിയേണ്ട പല ഗെയിംസും ഇപ്പോഴും സിംഗിൾ കോർ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടാണ് പല ഗെയിംസും നിങ്ങളെ സ്മൂത്ത്നെസ് അല്ലെങ്കിൽ എത്ര FPS കിട്ടും എന്നുള്ളത്. അതിന് പുറമേ നമ്മുടെ ആഫ്റ്റർ എഫക്റ്റ് പോലത്തെ പല സോഫ്റ്റ്വെയറും സിംഗിൾ കോർ പെർഫോമൻസ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. സോ നിങ്ങൾ ഗെയിമർ ആണെങ്കിലും അല്ലെങ്കിൽ
വീഡിയോ എഡിറ്ററോ അല്ലെങ്കിൽ ഡിസൈനറോ ഒക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ലാപ്ടോപ്പ് 5000 സീരീസിനേക്കാൾ ബെറ്റർ പെർഫോമൻസ് തരുന്നുള്ളതിൽ നോ ഡൗട്ട്. ഇനി മൾട്ടി കോർ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 11% ആണ് ഫാസ്റ്റർ. എഗെയിൻ നിങ്ങൾക്ക് അറിയാണ്ടാവും ലൈവ് സ്ട്രീം ചെയ്യുകയാണെങ്കിലും വീഡിയോ എഡിറ്റിംഗ് ചെയ്യുകയാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ മൾട്ടി കോർ ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ആണ്. അല്ലെങ്കിൽ നമ്മൾ മൾട്ടി ടാസ്ക് ചെയ്യുമ്പോൾ തന്നെ കൂടുതൽ കോർ ഉള്ളത് ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ആണ്. സോ മൾട്ടി കോർ പെർഫോമൻസും ലാസ്റ്റ് ജനറേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് ഹാസ് ഇംപ്രൂവ്ഡ്. ഇത്ര കേട്ടിട്ടും നിങ്ങൾക്ക് ഈ ഒരു 6000 സീരീസിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ തോന്നുന്നില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു തരാം. നമ്മുടെ 6000 സീരീസിൽ പുതിയ പ്രോസസ്സേഴ്സ് മാത്രമല്ല യൂസ് ചെയ്യുന്നത്, ലേറ്റസ്റ്റ് ഗ്രാഫിക്സ് കാർഡും കൂടിയാണ് യൂസ് ചെയ്യുന്നത്. യെസ്, ആദ്യത്തെ സെക്കൻഡ് ജനറേഷൻ ഗ്രാഫിക്സ് കാർഡ് അല്ലെങ്കിൽ APU ആയിരിക്കും നമ്മുടെ 6000 സീരീസ് പവർഡ് ലാപ്ടോപ്പിലൊക്കെ യൂസ് ചെയ്യുന്നത്. ഇനി ആദ്യത്തെ 2 എന്താണെന്ന് അറിയില്ലെങ്കിൽ നമ്മുടെ ലേറ്റസ്റ്റ് ഗെയിമിംഗ് കൺസോളായ PlayStation 5 വരെ യൂസ് ചെയ്തിട്ടുള്ള ഗ്രാഫിക്സ് കാർഡ് ആദ്യത്തെ സെക്കൻഡ് ജനറേഷൻ ഗ്രാഫിക്സ് കാർഡാണ്. സോ ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ലാസ്റ്റ് ജനറേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡബിൾ പെർഫോമൻസ് ആണ് ഗെയിമിൽ കിട്ടുന്നത്. അതായത് നിങ്ങൾക്ക് ഒരു ഗെയിമിൽ 60 FPS ആണ് കിട്ടുന്നതെങ്കിൽ 120 FPS ഈ ഒരു 6000 സീരീസിൽ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതിന് പുറമെ നമ്മുടെ ഇന്റൽ പവേർഡ് ലാപ്ടോപ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ 6000 സീരീസ് ഈസ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ 6000 സീരീസിൽ വലിയ വിശ്വാസം കുറഞ്ഞെങ്കിൽ ഈ 6000 സീരീസിൽ വരുന്ന ഒരു ലാപ്ടോപ്പിൽ ഗെയിംസ് റൺ ചെയ്താൽ നിങ്ങൾക്ക് ഏകദേശം എത്ര FPS കിട്ടും, ഏത് സെറ്റിംഗ്സ് റൺ ചെയ്യാൻ പറ്റുന്നത്, ലെറ്റ്സ് ഹാവ് എ ലുക്ക്. സോ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ലാപ്ടോപ്പ് നമ്മുടെ 6000 സീരീസിലെ Ryzen 7 6800U ആണ്. സോ ഈ ഒരു ലാപ്ടോപ്പിൽ നിങ്ങൾ നമ്മുടെ റീസെൻ്റ്ലി റിലീസ് ആയ Far Cry 6 1080p റെസൊല്യൂഷനിൽ മീഡിയം ഗ്രാഫിക്സ് സെറ്റിംഗ്സിൽ വിത്ത് FSR ടെക്നോളജി റൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 59 ആവറേജ് FPS കിട്ടും. എഗെയിൻ നിങ്ങളൊരു കാര്യം ആലോചിക്കുക, റീസെൻ്റ്ലി റിലീസ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് Far Cry 6. ഗ്രാഫിക്കലി അത്യാവശ്യം ഡിമാൻഡിങ് ആയിട്ടുള്ള ഗെയിമാണ്, അത്യാവശ്യം നല്ല ഓപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഗെയിമാണ്. എന്നാലും ഒരു ലാപ്ടോപ്പിൽ മീഡിയം സെറ്റിംഗ്സിൽ 1080p റെസൊല്യൂഷനിൽ ഇത്രയും ആവറേജ് FPSൽ ഈ ഒരു ഗെയിം കളിക്കാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ ഇതിന് മുൻപായിട്ട് റിലീസ് ആയിട്ടുള്ള മിക്ക ഗെയിംസും നിങ്ങൾക്ക് സുഖമായിട്ട് ഈ ഒരു ലാപ്ടോപ്പിൽ റൺ ചെയ്യാൻ പറ്റുന്നത് 100% ഷുവറാണ്. സെക്കൻഡ് ഗെയിം Call of Duty Vanguard ആണ്. ഈ ഒരു ഗെയിം 1080p റെസൊല്യൂഷനിൽ തന്നെയാണ് റൺ ചെയ്യുന്നത്, പക്ഷേ ലോ ഗ്രാഫിക്സ് സെറ്റിംഗ്സ് ആണ് വിത്ത് FSR ടെക്നോളജി ഓൺ. സോ ഇങ്ങനെ റൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 114 ആവറേജ് FPS കിട്ടും. പിന്നെ ഈ ഒരു ഗെയിമിൻ്റെ കാര്യം, ഈ ഒരു ഗെയിമിൽ നിങ്ങൾ സെറ്റിംഗ്സ് കൂട്ടുകയാണെങ്കിൽ മീഡിയത്തിലിട്ടാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി കളിക്കാൻ പറ്റും. പക്ഷേ ഇതൊരു കോമ്പറ്റീറ്റീവ് ഗെയിം ആയതുകൊണ്ട് മാക്സിമം FPS കാണിക്കാൻ വേണ്ടി ആയിരിക്കണം ഇവർ ഈ ഒരു ലോ സെറ്റിംഗ്സ് റൺ ചെയ്തത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എന്തായാലും മീഡിയം മിക്സ് സെറ്റിംഗ്സിൽ ഈ ഒരു ഗെയിമും ഡെഫിനറ്റ്ലി കളിക്കാൻ പറ്റും. തേർഡ് ഗെയിം ഡെത്ത് ലൂപ്പ് എന്ന് പറഞ്ഞ ഗെയിമാണ്. ചിലപ്പോൾ നിങ്ങൾ ഈ പേര് കേട്ടിട്ടുണ്ടാവില്ല, പക്ഷേ ഇത് ഒരു പുതിയ ഗെയിമാണ്. സോ ഈ ഒരു ഗെയിമും നിങ്ങൾക്ക് 1080p റെസൊല്യൂഷനിൽ ലോ സെറ്റിംഗ്സ് ആണ് ഇവർ പറയുന്നത് വിത്ത് FSR ടെക്നോളജി. ഈ ഒരു സെറ്റിംഗ്സ് കോമ്പിനേഷനിൽ നിങ്ങൾക്ക് ഏകദേശം 73 ആവറേജ് FPS കിട്ടും. സോ ഇവർ മാക്സിമം 60+ FPS കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു സെറ്റിംഗ്സ് യൂസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മിക്ക ഗെയിമും മീഡിയം സെറ്റിംഗ്സ് ഡെഫിനറ്റ്ലി ഒരു 50+ പ്ലേയബിൾ കണ്ടീഷനിൽ ഈ ലാപ്ടോപ്പിൽ എന്തായാലും കളിക്കാൻ പറ്റും. ലാസ്റ്റ് ഗെയിം Godfall എന്ന് പറഞ്ഞ ഗെയിമാണ്. ഞാൻ പേഴ്സണലി കളിച്ചിട്ടില്ല. എന്തായാലും ഈ ഒരു ഗെയിം ഇവർ 1080p റെസൊല്യൂഷനിൽ ലോ ഗ്രാഫിക്സ് സെറ്റിംഗ്സിൽ വിത്ത് FSR ടെക്നോളജിയാണ് റൺ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് 61 FPS ആണ് തരുന്നത്. സത്യം പറഞ്ഞാൽ Godfall എന്ന് പറഞ്ഞ ഗെയിം ഞാൻ കളിച്ചിട്ടില്ല, അധികം ഗെയിം പ്ലേസും കണ്ടിട്ടില്ല. മേ ബി ഇത് അത്ര ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഗെയിം ആയിരിക്കില്ല, അതായിരിക്കും ലോ സെറ്റിംഗ്സ് റൺ ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു ഗെയിമിൽ നിങ്ങൾക്ക് 60 FPS കിട്ടുന്നുണ്ട്. സോ ഒരു കാര്യം ഉറപ്പാണ്, മിക്ക മോഡേൺ ഗെയിംസും നിങ്ങൾക്ക് ലോ സെറ്റിംഗ്സ് എന്തായാലും റൺ ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു പല ഗെയിംസും മീഡിയം ലോ സെറ്റിംഗ്സിൽ ഡെഫിനറ്റ്ലി പ്ലേബിൾ ആണ്. അതിന് പുറമെ കുറച്ച് കാലം മുൻപ് ഇറങ്ങിയിട്ടുള്ള മിക്ക ഗെയിംസ് നമ്മുടെ Horizon Zero Dawn ഒക്കെ ആണെങ്കിൽ മോസ്റ്റ്ലി നമ്മുടെ Red Dead Redemption പോലും അത്യാവശ്യം നല്ല സെറ്റിംഗ്സിൽ നിങ്ങൾക്ക് ഈ ഒരു ലാപ്ടോപ്സിൽ കളിക്കാൻ പറ്റും. സോ ഗെയിമിംഗ് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ദർ ഈസ് നോ ഡൗട്ട്. ഇനി മിക്ക ലാപ്ടോപ്പ് യൂസേഴ്സ് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ടെമ്പറേച്ചർ ആണോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ അല്ല എന്ന് പറയും. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫേസ് ചെയ്യുന്നത് ബാറ്ററി ഇഷ്യൂ ആണ്. ബാറ്ററീൻ്റെ ചാർജ് പെട്ടെന്ന് തീരുക എന്നുള്ളത് അത് എനിക്ക് തോന്നുന്നു ഗെയിമേഴ്സും അതുപോലെ വർക്കിന് വേണ്ടി യൂസ് ചെയ്യുന്നവരാവും ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത്. കാരണം വർക്ക് നോക്കുകയാണെങ്കിലും നമ്മുടെ ഗെയിമിംഗ് നോക്കുകയാണെങ്കിലും പവർ അത്യാവശ്യം കൺസ്യൂം ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് ഇത് രണ്ടും. സോ നിങ്ങൾ ഈ 6000 സീരീസ് ലാപ്ടോപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ബെനിഫിറ്റ് ആണെന്നുള്ളത് ചിന്തിക്കുന്നുണ്ടെങ്കിൽ AMD പ്രോമിസ് ചെയ്യുന്നത് നിങ്ങൾ ഈ 6000 സീരീസ് പവേർഡ് ലാപ്ടോപ്പ് വാങ്ങുകയാണെങ്കിൽ ഒറ്റ പ്രാവശ്യം ചാർജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 24 hours വീഡിയോ പ്ലേ ബാക്ക് കിട്ടും. അതായത് വീഡിയോ നിങ്ങൾക്ക് 24 മണിക്കൂർ, അതായത് ഒരു ദിവസം കംപ്ലീറ്റ്ലി ബ്രേക്ക് ഇല്ലാതെ പ്ലേ ചെയ്യാൻ പറ്റും ഒറ്റ ചാർജിൽ.
ഇനി ലാസ്റ്റ് ജനറേഷൻ അതായത് 5000 സീരീസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 6000 സീരീസ് എത്ര എഫിഷ്യൻ്റ് ആണെന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു നമ്പേഴ്സ് കണ്ടാൽ മനസ്സിലാവും. സോ വീഡിയോ കോൺഫറൻസിങ്ങിന് വേണ്ടി നിങ്ങളുടെ ലാപ്ടോപ്പ് 6000 സീരീസ് യൂസ് ചെയ്യുകയാണെങ്കിൽ 30% ലോ ആണ് പവർ കൺസംഷൻ. അതായത് ലാസ്റ്റ് ജനറേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 30% കുറവ് കറണ്ടാണ് വീഡിയോ കോൺഫറൻസിങ്ങിന് ഈ 6000 സീരീസ് എടുക്കുന്നത്. ഇനി വെബ് ബ്രൗസിംഗ് നോക്കുകയാണെങ്കിൽ 15% ലോവർ ആണ് ലാസ്റ്റ് ജനറേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. തേർഡ് വീഡിയോ സ്ട്രീമിംഗ് ആണ്. സോ വീഡിയോ സ്ട്രീം അല്ലെങ്കിൽ വീഡിയോ പ്ലേ ബാക്ക് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ജനറേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 40% ലോവർ ആണ് പവർ കൺസംഷൻ. നിങ്ങൾക്കറിയേണ്ട മിക്ക ആൾക്കാരും മൂവീസൊക്കെ കാണുമ്പോഴാണ് ഈ ലാപ്ടോപ്പിൻ്റെ ചാർജ് പെട്ടെന്ന് തീരാറ്. സോ ആ ഒരു ഏരിയയിലും നല്ല വ്യത്യാസം, 40% ലോവർ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഡിഫറൻസ് ആണ്. സോ ഈ ഒരു നമ്പേഴ്സ് കണ്ടാൽ തന്നെ അറിയാം ഈ പുതിയ 6000 സീരീസ് കുറഞ്ഞ പവർ ഉപയോഗിച്ചിട്ടാണ് മിക്ക ആക്ടിവിറ്റീസും ചെയ്യുന്നത്. അത് സ്ട്രീമിംഗ് ആയിക്കോട്ടെ, വെബ് ബ്രൗസിംഗ് ആയിക്കോട്ടെ, വീഡിയോ കോൺഫറൻസിങ് ആയിക്കോട്ടെ. സോ ഈ ഒരു 6000 സീരീസിൻ്റെ ഏറ്റവും വലിയ ഇമ്പ്രൂവ്മെൻറ്റ് എന്നോട് ചോദിച്ചാൽ ബാറ്ററി ലൈഫും പവർ കൺസംഷനുമാണ്. സോ ഇത്രയൊക്കെ ബെനിഫിറ്റ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചെങ്കിൽ ഇത് മാത്രമല്ല, ഈ 6000 സീരീസ് വാങ്ങുകയാണെങ്കിൽ ഇനിയും കുറേ ബെനിഫിറ്റ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് USB 4. നിങ്ങൾക്ക് അറിയേണ്ടാവും മിക്ക ലാപ്ടോപ്സ്, ഇപ്പോൾ ഉള്ള ലാപ്ടോപ്സ് ആണെങ്കിലും നമ്മുടെ ഡെസ്ക്ടോപ്പ് PC ഒക്കെ നോക്കുകയാണെങ്കിൽ മിക്കതിലും വരുന്നത് USB 3 3.1 ആണ്. ഈ ലാപ്ടോപ്സിൽ വരുന്നത് USB 4 ആണ്. USB 4ൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ 40 GB/s ആണ് ട്രാൻസ്ഫർ റേറ്റ്. അതായത് ഒരു 4K മൂവി നിങ്ങൾ കോപ്പി ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 10 സെക്കൻഡിനുള്ളിൽ കാര്യം കഴിയും. മോസ്റ്റ്ലി 7 സെക്കൻഡ്സ്. പിന്നുള്ളൊരു കാര്യം, ഈ ലാപ്ടോപ്സിൽ DDR5 RAM ആണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ലാപ്ടോപ്പിൽ ഇതുവരെ DDR5 RAM യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. പ്രോബബ്ലി ഫസ്റ്റ് ലാപ്ടോപ്പ് സീരീസ് ആയിരിക്കും DDR5 യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഇപ്പോൾ ഉള്ള റാമുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, DDR4 കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ബെനിഫിറ്റ്സ് ഉണ്ടാവും. എത്രത്തോളം ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ അത്ര നോക്കിയിട്ടില്ല. എന്തായാലും ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഡെഫിനറ്റ്ലി കുറച്ചെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് കാണും. പിന്നെ ഇതിൽ Wi-Fi 6E യൂസ് ചെയ്യുന്നുണ്ട്. PCI നോക്കുകയാണെങ്കിൽ Gen 4 ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ HDMI 2.1 കൂടി ഫീച്ചർ ചെയ്യുന്നുണ്ട്. സോ ഞാൻ പറഞ്ഞ പ്രോസസ്സറും ഗ്രാഫിക്സ് കാർഡും ഒഴിച്ച് ഇങ്ങനെയുള്ള കുറേ അഡീഷണൽ സംഭവങ്ങളും ലേറ്റസ്റ്റ് ടെക്നോളജിയും കൂടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾ ലാപ്ടോപ്പ് 5000 സീരീസ് എടുക്കുകയാണെങ്കിൽ പ്രോസസ്സറും ഗ്രാഫിക്സ് കാർഡും മാത്രമല്ല, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അതിലില്ല. മറിച്ച് നിങ്ങൾ ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇത് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രോസസ്സറും ഗ്രാഫിക്സ് കാർഡും പുതിയത് കിട്ടുക മാത്രമല്ല, അതിൻ്റെ കൂടെ ഇങ്ങനെയുള്ള കുറേ അഡീഷണൽ ബെനിഫിറ്റ്സും കൂടിയാണ്. സോ ഇത്രയും കേട്ട സ്ഥിതിക്ക് ചിലപ്പോൾ നിങ്ങളുടെ തീരുമാനമൊക്കെ മാറ്റിയിട്ടുണ്ടാവും. 5000 സീരീസ് വാങ്ങുന്നതിന് പകരം 6000 വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ടാവും. സോ ഇതിൻ്റെ റിലീസ് ഫെബ്രുവരിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പല കമ്പനീസും ഈ ടെക്നോളജി യൂസ് ചെയ്തിട്ട് ലാപ്ടോപ്പ് ഇറക്കുന്നുണ്ട്. നമ്മുടെ റേസർ, നമ്മുടെ ഏസർ, HP, റോഗ്, ഏലിയൻവെയർ, ഈ കമ്പനീസൊക്കെ നമ്മുടെ AMDയുടെ ഈ പുതിയ ടെക്നോളജി യൂസ് ചെയ്തിട്ട് ലാപ്ടോപ്സ് ഇറക്കുന്നുണ്ട്. ഓരോ കമ്പനീൻ്റെ ഓരോ മോഡലായിരിക്കും. ഓരോ കമ്പനിക്കും ഡിഫറെൻറ്റ് സീരീസ് ഉണ്ടാവും. നിങ്ങൾക്കറിയാം ഗെയിമിംഗ് സീരീസ് ഉണ്ടാവും, സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതുണ്ടാവും, വർക്ക് ജോബ് ചെയ്യുന്നവർക്കുള്ളതുണ്ടാവും. ഇങ്ങനെ ടോട്ടൽ ഏകദേശം 200+ ഡിസൈൻസ് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. സോ ഫെബ്രുവരിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ത്യയിലും പ്രോബബ്ലി ലോഞ്ച് ആവും. ലാപ്ടോപ്പിൻ്റെ കാര്യത്തിലൊക്കെ ഇന്ത്യയിൽ അത്യാവശ്യം പെട്ടെന്ന് തന്നെ റിലീസ് ആവാറുണ്ട്. ഈവൻ ഇപ്പോൾ ഗ്രാഫിക്സ് കാർഡ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം പെട്ടെന്ന് തന്നെ റിലീസ് ആവാറുണ്ട്. സോ നിങ്ങൾ പുതിയ ലാപ്ടോപ്പ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിന് വെയിറ്റ് ചെയ്യുന്നത് വർത്തിട്ടാണ്, 100% വർത്തിട്ടാണ്. ഞാൻ പറഞ്ഞതുപോലെ പ്രോസസ്സറും ഗ്രാഫിക്സ് കാർഡ് മാത്രമല്ല ഇമ്പ്രൂവ് ആയിട്ടുള്ളത്, ഇതിൻ്റെ കൂടെ കുറേ ബെനിഫിറ്റ്സും കൂടിയുണ്ട്. സോ ഗെയിമർ ആണെങ്കിലും സ്റ്റുഡൻ്റ് ആണെങ്കിലും അല്ലെങ്കിൽ വർക്കിന് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് കൺസിഡർ ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് ഇനി അർജൻറ്റായിട്ട് ആണെങ്കിൽ നിങ്ങളുടെ തീരുമാനമാണ്. എന്തായാലും പുതിയ ലാപ്ടോപ്പ് വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഈ ഒരു സീരീസിന് വെയിറ്റ് ചെയ്യുന്നത് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യും. കാരണം പവർ വൈസ് നോക്കുകയാണെങ്കിൽ എല്ലാ ഏരിയയും ഇമ്പ്രൂവ്ഡ് ആണ്. സോ കൺസിഡർ. പിന്നെ എന്താണ് ഇന്നത്തെ വീഡിയോ എത്രയൊക്കെയുള്ളൂ. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. If you did, you know what to do. Give it a big thumbs up and I'll catch you guys in my next video. Till then, goodbye and peace.